സർ, പുടിൻ ഇന്ത്യയിലേക്ക് വന്നു. പുടിന്റെയും മോദിയുടെയും ഒരു എന്താ പറയുക, ഒരു ബന്ധം എന്ന് പറയുന്നത് നമ്മളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. രണ്ട് ലോക ശക്തികൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. പല മാധ്യമങ്ങളും അതിന് ഹെഡിങ് നൽകുന്നത് വരെ അങ്ങനെയാണ്. പക്ഷേ ഈ ഷാൻഹായ് ഉച്ചകോടിയിൽ അനൗദ്യോഗികമായി ഒരു 45 മിനിറ്റ് പുടിന്റെ ഔറസ് കാറിൽ മോദി സഞ്ചരിച്ചു. അതിന്റെ രഹസ്യം എന്താണ്? എന്തിനാണ് ആ കാറിൽ കയറിയതെന്ന്? മോദിക്ക് വധഭീഷണിയുണ്ട്, മോദിയെ രക്ഷിക്കാനാണ് എന്നൊക്കെ ചില ഊഹാപോഹങ്ങളൊക്കെ പരന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനാണ് അന്ന് ആ കാറിൽ ആ ലക്ഷ്യം, അതിന്റെ പിന്നിലെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ എന്താണ്? കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെല്ലാം കണ്ടു കാണും പുടിൻ ഇന്ത്യയിൽ വന്നിറങ്ങിയതും അതിനുശേഷമുള്ള വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ലോകം മൊത്തം അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു മൊത്തവും. കാരണം അദ്ദേഹത്തിൻ്റെ പ്രത്യേക വിമാനത്തിൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഈ സെക്യൂരിറ്റിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. വരുന്നു, നമ്മുടെ സുഹോയ് വിമാനങ്ങൾ അകമ്പടി കൊടുക്കുന്നു. അകമ്പടി എന്ന് പറയുന്നത് കൂടുതൽ ആദരവോടുകൂടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അദ്ദേഹം വന്നത് അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ എയർ സ്പേസ്, അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാൻ വഴിയാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഡൽഹിയിൽ അദ്ദേഹം ഇറങ്ങുന്നു. അതിനുശേഷം പുടിനെ അങ്ങനെ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റത്തില്ല, ഒരു കൈ കൊടുക്കാൻ പോലും പറ്റത്തില്ല, ഒന്നും അനുവദനീയമല്ല. അപ്പോൾ നമ്മൾ പ്രോട്ടോക്കോളിലേക്കാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കാരണം ജയശങ്കറാണ് ചെല്ലേണ്ടത്. പുടിൻ അദ്ദേഹം പ്രധാനമന്ത്രി നേരിട്ട് ചെന്നിട്ട് പുടിനെ കെട്ടിപ്പിടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ. അതിനുശേഷം അവിടുന്ന് ചിന്തിക്കേണ്ടതാണ്, പുടിൻ ലോകത്ത് പല രാജ്യങ്ങളും സഞ്ചരിക്കാറില്ല, അങ്ങനെ വളരെ വിരളമായിട്ട് സഞ്ചരിക്കാറുള്ളൂ. കഴിഞ്ഞ ദിവസം ചൈനയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ വരവ് എല്ലാവരും കണ്ടു കാണും. അദ്ദേഹത്തിൻ്റെ മലവും മൂത്രവും പോലും സീൽ ചെയ്ത് തിരിച്ചു കൊണ്ടുപോകും. അദ്ദേഹത്തിന്റെ അറിയാമോ, 1 മാസം മുമ്പ് അംഗരക്ഷകർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു, അടുക്കള ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ അദ്ദേഹം വരുന്നതിന്റെ തൊട്ട് തലേന്ന് അവിടുത്തെ ആഭ്യന്തര അല്ലെങ്കിൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ ഇവിടെ വന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം വരുന്നത്. അപ്പം പറഞ്ഞത്, അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലോകത്തിനുള്ളൊരു വലിയ മെസ്സേജാണ്. അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സ് കണ്ടായിരുന്നു. ഫ്ലെക്സ് ഇംഗ്ലീഷ് അതിനകത്ത് തൊട്ടിട്ടില്ല. റഷ്യൻ ഭാഷയും ഹിന്ദി ഭാഷയും മാത്രമേ ഉള്ളൂ. റഷ്യൻ ഭാഷയിലും ഹിന്ദി ഭാഷയിലുമാണ് ഫ്ലെക്സിൽ ഇദ്ദേഹത്തിന് സ്വാഗതം എന്ന്. അതിനുശേഷം ഇദ്ദേഹം കാറ് കൊണ്ടുവന്നായിരുന്നു, ഡൽഹി കണ്ടായിരുന്നു. ഏറ്റവും സെക്യൂരിറ്റി ഉള്ളവർ എവിടെ പോയാലും അമേരിക്കൻ പ്രസിഡന്റും അല്ലെ ഇദ്ദേഹത്തിന് ആ കാറോടെ ഉണ്ട്. ആ കാറിലെ സഞ്ചരിക്കത്തുള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹം സഞ്ചരിച്ച ടൊയോട്ട കാറിലാണ്, മോദിയുടെ കൂടെ പോയത്. ആ കാറെ സഞ്ചരിച്ചില്ല. അതായത് ലോകത്ത് ഇത്രയും സെക്യൂരിറ്റി ത്രെഡുള്ള മനുഷ്യൻ, ആരെയും വിശ്വസിക്കാത്ത, എവിടെ ചെന്നാലും പ്രോട്ടോക്കോളും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റിക്കകത്തും യാതൊരു ഇളവും വരുത്താത്ത പുടിൻ ഇവിടെ വന്ന് നരേന്ദ്രമോദി കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ ടൊയോട്ട കാറിലേക്ക് പോകുന്നു. അപ്പം ഞാനീ പറഞ്ഞത് ഇതെല്ലാം ചർച്ചയാണ്. എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് യൂറോപ്പിലെ, നമുക്ക് സുഹോയ് വിമാനമല്ല, നമുക്ക് ഏറ്റവും വലിയ വിമാനമുണ്ട് ഫ്രാൻസിൻ്റെ, അറിയാമല്ലോ, റഫേൽ, ബാക്കി ഒത്തിരി വിമാനങ്ങളുണ്ട്. എന്തുകൊണ്ട് സുഹോയ് വിമാനങ്ങൾ ഉപയോഗിച്ചു? എന്തുകൊണ്ട് റഷ്യൻ ഭാഷയും എന്തുകൊണ്ട് ഹിന്ദി ഉപയോഗിച്ചു? എന്തുകൊണ്ട് ഏഷ്യയിലെ ജപ്പാൻ്റെ ആണല്ലോ ടൊയോട്ട, അല്ലെങ്കിൽ ഇവിടെ നിർമ്മിക്കുന്ന വണ്ടി ഉപയോഗിച്ചു? അതായത് അടുത്ത കാലം ഏഷ്യയുടേതാണ്. അതിനകത്ത് അല്ലെങ്കിൽ ഏഷ്യ ഭരിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. അതിനുള്ള മെസ്സേജ്. അതിന് കൂട്ട് പുടിൻ ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷ പോലും അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ലോകത്ത് എവിടെ ഇംഗ്ലീഷ് ഉപയോഗിക്കണം. പുടിൻ്റെ ഇംഗ്ലീഷ് എഴുതിയാൽ പുടിന് മനസ്സിലാവത്തില്ല. അപ്പം അതിനുശേഷം ഇദ്ദേഹം കൂടെ വരുന്നു. അത്താഴം വരുന്നതിന് ഈ പറയുന്ന മോദിയുടെ ഈ കല്യാണി മന്ത്രിലാണല്ലോ, സാധാരണ സംശയം 3 മണിക്കൂർ അദ്ദേഹം ഇവിടെ ചിലവാക്കിയത്. 3 മണിക്കൂറാണ് അദ്ദേഹം ഇവിടെ ചിലവാക്കിയത്. അദ്ദേഹത്തിന് ടൈറ്റ് ഷെഡ്യൂളാണ്. നമ്മളാരും വിചാരിക്കുന്നു ഇവിടെ കിടന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എനിക്ക് കാണണേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടോ. ടൈറ്റ് ഷെഡ്യൂൾ. അവിടുന്ന് കാർഗയും കരുത്. അവിടുന്ന് വരുന്ന ഒരു നിമിഷം തൊട്ട് ഓരോ മിനിറ്റും ടൈറ്റ് ഷെഡ്യൂളാണ്. ആരൊക്കെ കാണണമെന്ന് നമ്മൾ പറയത്തില്ല. രാഷ്ട്രപതി ആരൊക്കെ പങ്കെടുക്കണോ, രാഷ്ട്രപതി ഭവനിൽ നിന്ന് അനുമതി കൊടുക്കണോ, അവിടുന്ന് തീരുമാനിക്കും. അവർക്കാണ് അതിൻ്റെ ചാർജും ഒക്കെ. അപ്പം അങ്ങനെ ഇവിടെ ഈ അദ്ദേഹം ഇവിടെ വന്നു. അതിനുശേഷം ഈ പറയുന്നത് പോലെ ഈ ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലേ, എനിക്ക് തോന്നുന്നു ആരായിരുന്നു ഈ ഇന്ത്യ ടുഡേയുടെ ഏതായാലും ഒരു ചാനലിലാണ് കൊടുത്തിരുന്നത്. അത് അഞ്ജന കപ്ലെ എന്ന് പറയുന്ന കുട്ടി ഇന്റർവ്യൂ ചെയ്തു. അപ്പം വളരെ കൃത്യമായിട്ട്, വളരെ സാധാരണ കൂടി ഇന്റർവ്യൂകൾക്ക് പങ്കെടുക്കും, പുറകോട്ട് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ദേശീയ നാനമെങ്കിൽ ഇതൊക്കെ ഊരിക്കളഞ്ഞിട്ട് അക്ഷമനായിട്ടൊക്കെ പോകുന്ന ആളാണ്. അപ്പം അതിനെയൊക്കെ വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചതിനകത്ത് പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. അതിനകത്ത് ഈ ഒരു ചോദ്യം വന്നതിന് അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. ഇന്ത്യയുമായിട്ടുള്ള കാര്യം ചോദിച്ചു പറഞ്ഞു 77 കൊല്ലത്തെ ബന്ധമാണ് റഷ്യയുമായിട്ട്. റഷ്യ ഇന്ത്യയായിട്ട് 77 കൊല്ലത്തെ ബന്ധമാണ്. നരേന്ദ്രമോദിയുമായിട്ട് എനിക്ക് 25 കൊല്ലത്തെ ബന്ധമുണ്ട്. ആൾക്കാരുണ്ട്, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 11 കൊല്ലമേ ഉള്ളൂ.
പുടിനുമായിട്ട് 25 കൊല്ലത്തെ ബന്ധം. അപ്പോൾ എന്തോ AB വാജ്പേയിയുടെ കൂടെ പണ്ട് കരാർ ഒപ്പിടുന്ന സമയത്ത് നരേന്ദ്രമോദി കൂടെ ഉണ്ട്. അന്ന് തൊട്ട് നരേന്ദ്രമോദിയുമായിട്ടുള്ള പരിചയം. അതുപോലെ വേറൊരു കാര്യം പറയുന്നു, നരേന്ദ്രമോദിയും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ രാഷ്ട്രകാര്യത്തിനപ്പുറം എനിക്ക് അദ്ദേഹവുമായിട്ട് മണിക്കൂറുകളോളം സൗഹൃദ സംഭാഷണം നടത്തുന്നതിന് വേണ്ടി വലിയ താല്പര്യമാണ്. എത്ര സംസാരിച്ചാലും എനിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് തീരത്തില്ല. അതേ രീതിയിലേക്കുള്ള ഒരു ആത്മബന്ധമാണ് പുള്ളിയത്. അപ്പം ഞാൻ നേരത്തെ പല ടോക്കുകളിലും മറ്റേതും മറിച്ചിലും പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെന്നാൽ പിന്നെ അവിടെ നിന്നിട്ട് പോകത്തില്ല, അത്രയ്ക്ക് വലിയൊരു ഓറയുണ്ട്, മനസ്സിലായോ? അപ്പം ഇതിനകത്ത് ഈ ഒരു വരവിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ROC കരാർ ഉൾപ്പെടെയുള്ള വളരെ ദീർഘമായിട്ടുള്ള കാര്യങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ ഈ പറയുന്ന SU മീറ്റിൻ്റെ കാര്യം ചോദിച്ചത്, SUവിൻ്റെ കാര്യം ചോദിച്ചപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ചു, ഞാൻ കാരണത്തിരുന്ന് സംസാരിച്ചു അവിടെ വെച്ച്. അത് ഞങ്ങളുടെ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അദ്ദേഹം ഞങ്ങളുടെ സൗഹൃദ സംഭാഷണം, ആ സൗഹൃദ സംഭാഷണം ഈ 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ഞങ്ങളെ തിരക്കി എത്രയോ പേരാണ് നിൽക്കുന്നത്, ഇത്രയും വലിയൊരു മീറ്റ് നടക്കുന്നു, ഈ സൗഹൃദ സംഭാഷണത്തിന് അപ്പുറം നമ്മളെ ആരൊക്കെ തിരക്കുന്നു എന്ന് ബോധം, അതായത് ബോധം പോലും നഷ്ടപ്പെട്ട് മോദിയുമായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് പുള്ളി അതിനകത്ത് പറഞ്ഞത്. മാത്രമല്ല വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ അവിടെ വെച്ച് ഇദ്ദേഹത്തിന് എന്തും ത്രെട്ട് അല്ലെങ്കിൽ ഈ ഭീഷണി ഉണ്ടെങ്കിൽ തന്നെ പറയുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ലല്ലോ. അല്ല, മാത്രവുമല്ല ഇന്ത്യക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകമാധ്യമങ്ങൾ അന്ന് ആ ചർച്ചയ്ക്കകത്ത് ഇന്ത്യക്കിട്ട് ഒരു പണിയും കൂടെ ഉണ്ട്. ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വെളിയിൽ പോകുമ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റിയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗവും അതിൻ്റെ കൂടെ തന്നെ റഷ്യയുടെയും ചൈന ഇവരെയൊക്കെ മറികടന്ന് അവിടെ ഒരുത്തൻ കൈകാര്യം ചെയ്യാൻ നിൽക്കണമെങ്കിൽ അത് നമുക്കൊരു നാണക്കേടാണ്. അത് ആ വാർത്ത അത്രയും ഒരു ബൂസ്റ്റിങ് വന്നത്. നരേന്ദ്രമോദിയെ തട്ടാൻ അവിടെ നിൽപ്പുണ്ടായിരുന്ന ആൾ അന്നേരം അതിനകത്ത് കാറെ കയറ്റി രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ ഇതിനകത്തൊരു വിഷയം. അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ സംസാരിക്കുമ്പോൾ ഇതുപോലൊരു മനുഷ്യനെ ലോകത്തിന് ഇന്ത്യക്ക് കിട്ടിയ നിങ്ങൾ ഇന്ത്യക്കാർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് എപ്പോൾ സംസാരിച്ചാലും എന്ത് സംസാരിച്ചാലും 24 മണിക്കൂറും അദ്ദേഹത്തിൻ്റെ രാജ്യം 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 എന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇതുപോലൊരു രാജ്യത്തിൻ്റെ തലവനെ എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ആരുമായിട്ടും അനാവശ്യമായിട്ട് ഒരു കാര്യം പോലും സംസാരിക്കാത്ത, ലോകത്തിലെ അമേരിക്കൻ പ്രസിഡന്റിനപ്പുറം ലോകമെല്ലാം ഉറ്റുനോക്കുന്ന ഈ പുടിൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെ പോലെ 7 പേരുണ്ടെന്നൊക്കെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. അപ്പം പലയിടത്തും പോകുന്ന പുള്ളി അല്ലെന്നാണ് പറയുന്നത്, പുള്ളിയുടെ ചാരന്മാരാണ്. ആ മനുഷ്യന് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ചായ സൽക്കാരത്തിന് ഇരിക്കുന്നത്, ചായ കുടിച്ചതിന് ശേഷം മണിക്കൂറുകൾ എടുക്കുന്നു. അതുപോലെ തന്നെ വേറെ ചില അദ്ദേഹം അവിടെ വന്ന കാര്യം ആ കഥ പറയുന്നു. അതായത് വൈകാരികമായിട്ട് വിശാലമായിട്ട് വളരെ വലിയ വലിപ്പത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോകമാണെന്നല്ല ചർച്ച ചെയ്യുന്നത്, ഇത്രയും വലിയ രാജ്യം. അതുപോലെ നമ്മുടെ എക്കണോമിയെ പറ്റി പറഞ്ഞത് ഇപ്പം വേറെ ചില ചോദ്യങ്ങൾ ഈ കുട്ടി ചോദിച്ചായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ഈ റഷ്യൻ എണ്ണയുടെ കാര്യം ചോദിച്ചു പറഞ്ഞു, അതൊന്നും എന്ത് പറയുന്നത്, റഷ്യക്കാരന് ഞങ്ങളല്ലേ ആണോ വിഷയത്തിന്, അല്ലെങ്കിൽ റഷ്യയായിട്ട് അമേരിക്കക്കാരന് ഇത്ര സോക്കേട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇത്ര അത് പറയാനെന്ത് അധികാരം? അമേരിക്കയ്ക്ക് ഞങ്ങളല്ലേ കൊടുക്കുന്നത്? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഞാനല്ലേ ഇപ്പോഴും ഗ്യാസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലൊക്കെ കൊടുക്കുന്നത്, ഇതെല്ലാം അവർക്ക് മേടിക്കാമോ? പിന്നെ ഇന്ത്യക്ക് മേടിച്ചാൽ എന്താ? ഇന്ത്യ എത്ര കോടി ജനങ്ങളുടെ ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യമില്ലേ, ലോകത്തെ ഏറ്റവും സ്ട്രോങ് എക്കണോമി ഉള്ള ഒരു രാജ്യത്തിനകത്തുള്ള രാജ്യമല്ലേ, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഇത്രയും സ്പീഡിൽ പോകുന്ന രാജ്യമല്ലേ, ഈ രാജ്യത്തെ മറികടന്നുകൊണ്ടല്ലേ അവർക്ക് കൊടുക്കാതിരിക്കാൻ പറയാൻ ഇന്ത്യ? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ലെന്ന്. മാത്രമല്ല നമ്മൾ തീരുമാനം എടുത്തല്ലോ ഈ ഇന്ത്യയെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ മേടിക്കാം. അതുപോലെ 30 ബില്യൺ ആയിരുന്നു ഇദ്ദേഹം കയറിയതിന് ശേഷം 2030 വരെ നമ്മൾ അല്ലെങ്കിൽ വ്യാപാരം നടത്തി. ഇപ്പം തന്നെ അത് 70 ബില്യനായി. 25 വരെ 30 ബില്യനാണ് തീരുമാനിച്ചിരുന്നത്. ഒരു നമ്മളുണ്ട് ഇത്രയും ബില്യൻ്റെ നമുക്ക് കയറ്റുമതി ഇറക്കുമതി ഉണ്ടാവണം. അത് ഇപ്പം 70 ബില്യനായി. അതിപ്പോൾ പറയുന്നത് 100 ബില്യണിലേക്ക് കിടക്കുമെന്നാണ് പറയുന്നത് 2030. അപ്പം നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറവാണ്. അത് കൂട്ടാൻ സാധ്യത കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്കാക്കണം, കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നത് അവർക്കാണല്ലോ. അപ്പോൾ പിന്നെ എണ്ണയുടെയൊക്കെ വന്നുകൊണ്ടായിരിക്കും ഇത്രയും 70 ബില്യണിലേക്ക് പോകുന്നത്. അപ്പം ഈ ആർലോസ് കരാർ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്, അതായത് അന്റാർട്ടിക് മേഖലയിൽ ഖനനം ചെയ്യാനുള്ള അനുവാദം ലോകത്ത് പലരും ചോദിച്ചു കഴിഞ്ഞിട്ട് വളരെ കാലമായിട്ട് കിടക്കുന്ന, അതിനകത്ത് അനുവാദം നമുക്കേ തന്നിട്ടുള്ളൂ. അന്റാർട്ടിക് മേഖലയിൽ ഖനനത്തിന് ഇന്ത്യക്ക് അനുമതി കൊടുത്തത് ചൈന ചോദിച്ചതാ. അമേരിക്ക പല വഴിക്കൂടെ നോക്കുക, ഇത് മൊത്തം അവരുടെ കയ്യിലാണ്. അതിനകത്ത് ഖനനം ചെയ്യാനുള്ള ഇന്ത്യക്ക് അനുമതി കൊടുത്തു. ഇതോടുകൂടി ലോകത്തെ റെയർ മെറ്റീരിയൽസിൻ്റെ ഏറ്റവും വലിയ കസ്റ്റോഡിയനായിട്ട് ഇന്ത്യ വരാൻ പോകും. 2030 ആകുമ്പോഴത്തേനും നമ്മൾ റെയർ മെറ്റീരിയൽ സ്വന്തമായിട്ട് നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമുക്ക് കിട്ടുമെന്ന് മോദി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ റെയർ മെറ്റീരിയൽസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിനൊരു സംവിധാനമായിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ആകുമ്പോഴത്തേനും ലോകത്തെ നിയന്ത്രിക്കുന്ന രീതി, ഇപ്പം
തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതല്ല. ലോകം ഇപ്പം യുദ്ധം വേറെ രീതിയിലായി. ഇപ്പം ധന്യ ഒരു രാജ്യത്തിൻ്റെ തലവനാണ്. ധന്യയുടെ കയ്യിൽ ക്രൂഡ് ഓയിലിൻ്റെ കസ്റ്റോഡിയൻ ഞാൻ മേടിക്കുന്ന ആളാണ്. നാളെ കാലത്ത് എൻ്റെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കസ്റ്റോഡിയൻ ഇപ്പം ധന്യയാണ്. രാജ്യമാണെങ്കിൽ ക്രൂഡ് ഓയിൽ വിതരണം നിർത്തിക്കഴിഞ്ഞാൽ ഊർജ്ജ പ്രതിസന്ധി ആയില്ലേ, ആ രാജ്യം മൊത്തം ആയില്ലേ, പിന്നെന്തിനാ യുദ്ധം? അതുപോലെ റെയർ മെറ്റീരിയൽസിൻ്റെ ഇപ്പോൾ കണ്ടാലും താരിഫിൻ്റെ വിഷയം വന്നപ്പോൾ അമേരിക്കയെ പോലും വിറപ്പിച്ച് ചൈന. കാരണം റെയർ മെറ്റീരിയൽസ് ലോകം മൊത്തം കൊടുക്കാൻ ഇവൻ്റെയിലേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോ കസ്റ്റോഡിയൻ ഓരോ രാജ്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ആ രീതിയിലേക്കുള്ളൊരു യുദ്ധവും ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കുമാണ് പോകുന്നത്. അപ്പം ഏതായാലും ഇദ്ദേഹം വളരെ വലിയ വലിപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ വരവോടുകൂടി ഏഷ്യ ഒരു ഇൻഡയറക്റ്റായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ ഫ്ലെക്സ് തൊട്ട് ആലിംഗനം തൊട്ട് കാറെ കയറിയത് തൊട്ട് അല്ലെങ്കിൽ ഫുഡ് തൊട്ട് അത് നടന്ന ഓരോ മീറ്റിങ്ങുകൾ 8ഓളം കരാറിൽ ഒപ്പിട്ടുണ്ട്. അതിനകത്ത് സൈനിക കരാർ ഉൾപ്പെടെയുണ്ട്. ഈ ഒരുപക്ഷെ ഇനിയും ഇന്ത്യക്കരെ അടിച്ചാൽ ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് അവരുടെ റഷ്യൻ പട്ടാളത്തിന് ഇവിടെ വരാം, റഷ്യൻ ആയുധം ഇവിടെ വിന്യസിക്കാം, നമുക്ക് അങ്ങോട്ടും ചിലപ്പോൾ അടി കിട്ടുന്നതേ പാകിസ്ഥാന് റഷ്യ എന്നായിരിക്കും ഈ കരാറൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതേ രീതിയിലേക്ക് വലിയ രീതിയിലേക്കുള്ള ഒരു കരാറാണ് ലോകത്ത്. അമേരിക്കയ്ക്കൊക്കെ യൂറോപ്യൻ യൂണിയൻ വേറെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എപ്പോഴും പറയുന്ന പോലെ പറഞ്ഞ് സമാധാനമാവും നമുക്കിഷ്ടം, സ്ട്രെസ് ചെയ്തൊന്നും പറഞ്ഞില്ല. യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ അമേരിക്ക ഒക്കെ പറയുന്ന കാര്യങ്ങൾ ഒരു വിലയും കൊടുക്കാതെ ഇത് ഞങ്ങളുടെ തീരുമാനം, ഞങ്ങളുടെ മാത്രം തീരുമാനമാണ്, ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുമെന്നും കൂടി ലോകത്തെ വിളിച്ചറിയിച്ച് ആരുടെയും ഒരു ആനുകൂല്യം, അതായത് യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും ഇതുവരെയുള്ള കാര്യങ്ങളും മേൽക്കോയ്മയും ഒന്നും അംഗീകരിച്ചു പോകാൻ ഒരു കാരണവശാലും തയ്യാറല്ലെന്നുള്ളൊരു മെസ്സേജും കൂടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം പോലും ഒഴിവാക്കി ഒരു ഫ്ലെക്സ് പോലും അടിച്ചത് വളരെ കൃത്യമായ മെസ്സേജ് പുടിൻ്റെ വരവ് തൊട്ട് പോക്ക് വരെ നടന്നിരിക്കുന്നു. അതായത് ഏറ്റവും വലിയൊരു സൗഹൃദം അത് ലോകത്ത് ഞെട്ടിക്കുന്നതും അല്ലെങ്കിൽ ഈ ഏഷ്യൻ പ്രദേശം ഇന്ത്യ ഭരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ റഷ്യ നിയന്ത്രിക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.